ഓണക്കാരുടെ ഉത്സവമാണ് ഓണം. എന്നാൽ കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും ഓണം ആഘോഷിക്കുന്നതിന് വ്യത്യസ്തമായ ചില രീതികളുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. തെയ്യത്തിൻ്റെയും തിറയുടെയും നാടാണല്ലോ ഉത്തര കേരളം. ഓണവുമായി ബന്ധപ്പെട്ട് ഉത്തര കേരളത്തിൽ നിലനിൽക്കുന്ന രണ്ട് കലാരൂപങ്ങളാണ് ഓണത്താറും ഓണപ്പൊട്ടനും. ഗ്രാമവീഥികളിലൂടെ ഓണത്തിൻ്റെ വരവറിയിക്കാൻ മണികിലുക്കി എത്തുന്ന ഓണപ്പൊട്ടന്മാരും തിരുവോണനാളിൽ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ എത്തുന്ന ഓണത്താറും. ഈ രണ്ട് കലാരൂപങ്ങളും അനുഷ്ഠാനപൂർവ്വം നിർവഹിക്കുന്നത് തെയ്യംകെട്ട് സമുദായങ്ങളായ വണ്ണാന്മാരും മലയന്മാരുമാണ്. ഉത്രാടം, തിരുവോണം നാളുകളിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും വളപട്ടണം പുഴയ്ക്ക് വടക്കായി വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഓണത്താറിൻ്റെ വേഷം കെട്ടി വീടുകൾ തോറും എത്തുന്നത്. ചെറിയ ആൺകുട്ടികളാണ് ഈ വേഷം കെട്ടുക. മുഖത്ത് തേപ്പ്, ചുവന്ന ഉടുത്ത് കെട്ടി, വലതുകൈയിൽ മണി, ഇടതുകൈയിൽ ഓണവില്ല് എന്നിങ്ങനെയാണ് ഓണത്താറിൻ്റെ വേഷവിധാനം. കൂടെയുള്ള മുതിർന്നയാൾ ചെണ്ടയുടെ അകമ്പടിയോടെ ബലിവാമന പുരാവൃത്തം വിവരിക്കുന്ന പാട്ടുപാടി വീടുകൾ കയറിയിറങ്ങും. ആദരപൂർവ്വം ഓണത്താറിനെ സ്വീകരിക്കുന്ന വീട്ടുകാർ ദക്ഷിണ നൽകി യാത്രയയക്കും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ ഓണക്കാലത്ത് മലയവിഭാഗത്തിൽപ്പെട്ടവർ ഓണപ്പൊട്ടനെ കെട്ടിയാടുന്നു. ഓണേശ്വരൻ എന്നും പേരുണ്ട്. ഓണത്താറെ പോലെ തന്നെ ഓണപ്പൊട്ടനും വീടുകൾ കയറി ഇറങ്ങുകയാണ് ചെയ്യുക. കയ്യിലെ മണുകിലുക്കിയാണ് ഓണപ്പൊട്ടൻ നാട്ടുകാരെ തൻ്റെ വരവറിയിക്കുന്നത്. മുഖത്ത് ചായം തേച്ച് കുരുത്തോലക്കുട ചൂടിയാണ് ഓണപ്പൊട്ടൻ എത്തുക. മൂക്കിന് താഴെ വായു മറച്ചുകൊണ്ട് കൈതനാരുകൊണ്ടുള്ള താടി നെഞ്ചുവരെ നീണ്ടു നിൽക്കും. കഥകളി കലാകാരന്മാരെ പോലെ കടക്കണ്ണ് വരയ്ക്കുന്നത് ഓണപ്പൊട്ടന് പ്രധാനമാണ്. നെറ്റിയിൽ ഗോപിക്കുറി ഉണ്ടാകും. വേഷം കെട്ടുന്നയാൾ അത്തം മുതൽ തിരുവോണം വരെ വ്രതമനുഷ്ഠിക്കണം. വേഷമണിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. കുട്ടികളാണ് ഓണപ്പൊട്ടൻ്റെ ചങ്ങാതിമാർ. ഒരു പ്രദേശത്ത് തന്നെ ഒന്നിലധികം ഓണപ്പൊട്ടന്മാർ ഉണ്ടാകും. ഈ ഓണപ്പൊട്ടന്മാർ വീട് വീടാന്തരം കയറിയിറങ്ങി അരിയും ദക്ഷിണയും സ്വീകരിക്കും. ഈ രണ്ട് കലാരൂപങ്ങളും ഇന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ അന്യം നിന്നു കഴിഞ്ഞു. അനുഷ്ഠാനം എന്ന നിലയിൽ ചിലയിടങ്ങളിൽ അത്യപൂർവമായി മാത്രം ഓണക്കാലത്ത് പ്രത്യക്ഷപ്പെടുകയാണ് ഇവർ. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.